തിരൂരിന്റെ ഉറക്കം കെടുത്തി തൃക്കണ്ടിയൂരിൽ വീണ്ടും കവർച്ച. വീട് പൂട്ടിപ്പോയ കുടുംബം മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചെത്തിയപ്പോഴേക്ക് നടന്നത് വൻ കവർച്ച. പട്ടാപ്പകൽ നടന്ന കവർച്ചയിൽ 1.5 പവന്റെ സ്വർണ്ണമാലയും 2 ഗ്രാമിന്റെ കമ്മലും 9 വയസ്സുകാരന്റെ സമ്പാദ്യക്കുടുക്കയിലെ പണവും ഉൾപ്പെടെ നഷ്ടമായി. മണ്ണാർക്കാട് ഭീമനാട് സ്വദേശി സതീഷും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് കവർച്ചയുണ്ടായത്. തിരൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അധ്യാപകനായ ഷിനു 3 വർഷമായി താമസിക്കുന്നതാണ് വീട്. സതീഷ് ബാബു ധരിച്ചിരുന്ന മാലയാണ് നഷ്ടമായത്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ മാല അഴിച്ചുവെക്കുന്ന പതിവുള്ളതിനാൽ അലമാരയിൽ വെച്ചതായിരുന്നു മാല. മകൻ കുട്ടിക്കാലം മുതൽ സ്വരുക്കൂട്ടിയിരുന്ന നാണയത്തുട്ടുകളുടെ സമ്പാദ്യക്കുടുക്ക 2 മുറിച്ചാണ് നാണയങ്ങൾ കവർന്നിരിക്കുന്നത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഇതിന്റെ പകുതി ഭാഗം മുറിയിൽ തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ കുടുംബം സതീഷിന്റെ ഭാര്യ ഷിനുവിന്റെ താനൂരിലെ വീട്ടിലേക്ക് പോയതായിരുന്നു. ഷിനുവിന്റെ സ്വർണ്ണക്കമ്മൽ, വെള്ളി പാദസരവും എന്നിവയും നഷ്ടമായിട്ടുണ്ട്. വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞതെന്ന് സതീഷ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. ഒരു 2 വർഷമായിട്ട് ഫാമിലിയായിട്ട് ഇതിലാണ് താമസിക്കുന്നത്. അന്നേരം രാവിലെ വൈഫിന്റെ വീട്ടിൽ ഇവിടെ താനൂരാണ്. അവിടെ പോയിട്ട് വന്നപ്പോഴാണ് കൂട്ടുകൂട്ടിച്ചിട്ട് തുറന്ന് കിടക്കുന്നതായിട്ട് കണ്ടത്. ഒരു മരമാരൊക്കെ തുറന്നതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി നിലത്തിട്ടിട്ടുണ്ട്. ഒരു പ്രധാനമായിട്ടൊരു ചെയിൻ ഉണ്ടായിരുന്നു, 1.5 പവൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ 2 കമ്മൽ, അത് പിന്നെ മോൻ്റെ ഒരു ചെറിയ ബ്രേസ്ലെറ്റ്, അങ്ങനത്തെയൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ കുട്ടിയുടെ ചില്ലറയിട്ട് വയ്ക്കുന്ന കുടുക്ക പൊട്ടിച്ച് അതിൽ നിന്നുള്ള ചില്ലറയും പകുതിയായിട്ട് എടുത്തിട്ടും പോയിട്ടുണ്ട്. ആദ്യമായിട്ട് അനുഭവമാണ് അങ്ങനെ ഉണ്ടായത്. ഇതിന് മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഏകദേശം ഒരാഴ്ചയോടൊക്കെ അത് കൂട്ടിയിട്ടതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഫാമിലിയായിട്ട് ഇപ്പോൾ 2 വർഷം അതിന് മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ താമസിച്ചിട്ടുണ്ട്. 5 വർഷത്തോളമായിട്ട് ഇവിടെ ഉണ്ട്. രാവിലെ ഇവിടുന്ന് ഒരു 10 മണിയാകുമ്പോൾ എന്ത് ചെയ്തു പോയിട്ടുണ്ട്. 6:30 ആകുമ്പോഴേക്ക് തിരിച്ചു വരും ചെയ്തു. എന്നിട്ട് പൂട്ട് വാതിൽ തുറക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് വാതിലിങ്ങനെ ചാരിയ പോലെ കാണുന്നത്. പൂട്ടാണെങ്കിൽ താഴെ കിടക്കുന്നത്. അപ്പോൾ പേടിച്ച് നമ്മൾ വാതിൽ അങ്ങനെ തള്ളി നോക്കി. അപ്പോൾ ഈ അലമാരയൊക്കെ തുറന്നു നടക്കുന്നുണ്ട്, സാധനങ്ങളൊക്കെ വലിച്ചു വാരി താഴെ ഇട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കണ്ടത്. മുൻവശത്തെ വാതിൽ തകർത്താണ് അകത്ത് കടന്നിട്ടുള്ളത്. കിടപ്പുമുറി അരിച്ചുപെറുക്കി പരിശോധിച്ചിട്ടുണ്ട്. അലമാരയിൽ സൂക്ഷിച്ചു വെച്ചതായിരുന്നു ആഭരണങ്ങളും മകന്റെ സമ്പാദ്യക്കുടുക്കയും. തിരൂർ പോലീസിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ പരിശോധന നടത്തി. 2 ആഴ്ച മുമ്പ് തൃക്കണ്ടിയൂർ LIC ഓഫീസ് പരിസരത്തും പൂട്ടിക്കിടന്നിരുന്ന വീട്ടിൽ കവർച്ച നടത്തിയിരുന്നു. തിരുട്ടു സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു LIC ഓഫീസ് പരിസരത്തെ കവർച്ച. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. സതീഷും കുടുംബവും 1 മാസത്തിലേറെ വീട് പൂട്ടിയിട്ട സാഹചര്യങ്ങൾ വരെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ജനവാസ കേന്ദ്രത്തിൽ പട്ടാപ്പകലാണ് കവർച്ചയുണ്ടായിരിക്കുന്നത്. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.